ക്വീൻസ് ടൗണിലെ ബാക്കി വിശേഷങ്ങളാട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വീഡിയോയിലാണ് അത് എൻഡ് ചെയ്തത്. അപ്പം ഇത് അതിന് ശേഷം ഉണ്ടായിരുന്നത് ഞങ്ങൾ തന്നെ ആരും തന്നെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളതെല്ലാം പാഴ്സൽ ചെയ്ത് സമയം കളയണ്ട, ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവായി ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബോട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അവിടെ പലതരം ബോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറിയത് റിയൽ എൻസെഡിലായിരുന്നു. അത് തന്നെ ഓൾമോസ്റ്റ് ഒരു $100 അടുത്ത് തന്നെയുണ്ട്. എക്സ്പെൻസീവ് ആണെല്ലാം. പിന്നെ ഞങ്ങൾക്ക് തോന്നി ജെറ്റ് ബോട്ടിൽ കയറിയാൽ മതിയായിരുന്നു. കാരണം ഞങ്ങൾ പോയ ബോട്ട് കുഴപ്പമില്ല, അഡ്വഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ അത്ര അങ്ങോട്ട് ആ ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടെ കൂടുതലാണ് മറ്റേ ജെറ്റ് ബോട്ടിലെന്ന്. പക്ഷേ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ്. അപ്പം നമ്മളത് ട്രൈ ചെയ്തില്ല. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയം ചിലവഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിലൊക്കെ നടന്നു. അപ്പം എല്ലാം ഞാൻ ഒപ്പിയെടുത്തു. വിളിച്ചോ ഓക്കെ മതി ഇനി ഫോൺ നിർച്ചു
അങ്ങോട്ട് സുഖമായിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി പോകുന്നവരെല്ലാം ആ ഒരു സെറ്റപ്പോടെ വേണം കേട്ടോ പോകാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ഗൊണ്ടോലയിലേക്ക് പോയി. അപ്പം അവിടെ ഞങ്ങൾ കയറി. ഗൊണ്ടോലയിലും കയറായിരുന്നു, ലൂജും ചെയ്യാനായിട്ടുള്ളൊരു 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. 3 തവണ നമുക്ക് ലൂജ് ചെയ്യാം. അപ്പോൾ ആദ്യം ഗൊണ്ടോലയിൽ കയറി മേലെ ചെന്ന് നമ്മൾ നമ്മുടെ ലൂജ് ചെയ്യാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ അതിന് വീണ്ടും മേലോട്ട് പോകണം. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും. താഴോട്ട് നോക്കുന്നതിനെക്കാളും നല്ല ഇങ്ങോട്ട് നോക്കുന്ന കേട്ടോ. മറ്റേ ഇല്ലാത്ത രസമില്ല. മറ്റേ എന്താ പേടിയാന്നോ, മറ്റേ കാറ്റടിക്കുമ്പോ ഒരു ചെറിയൊരു പേടി. സെയിം സാധനം സെയിം. പക്ഷെ അത്ര ഒരു ഹൈറ്റും ഇല്ല, അത്ര ഒരു അതല്ല താഴ്ഭാഗം കണ്ട അതേപോലെ തന്നെ തോന്നുന്നത്. JCB കണ്ട് ഇങ്ങോട്ടില്ല. JCB വഴിയിൽ പൊട്ടി. ഇതെങ്ങനെയാണെന്നറിയോ ഈ കഥ എങ്ങനെയാണെന്നറിയോ? പണ്ട് ആൾക്കാർ പണിക്ക് വന്ന് അജുവിൻ്റെ കഥ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നു. അപ്പം ഇതാണ് ലൂജ് ചെയ്യുന്നുള്ള ആ സ്ഥലങ്ങളൊക്കെ. ഈ ഗൊണ്ടോലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗൊണ്ടോല അത്ര എന്താ പറയുക, അത്ര പേടിയൊന്നും നമുക്ക് തോന്നില്ല. ക്രൈസ്റ്റ് ചർച്ചിൽ അന്നത്തെ ഭയങ്കര രസമായിരുന്നു. കാരണം ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് പേടി തോന്നും. കൂടെ ഇരുന്ന് എൻ്റെ 2 ആൾക്കാർക്കും, സിദ്ധുവിനാണെങ്കിലും ശരി ഹരിക്കാണെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മളെന്തോ സേഫാന്നുള്ളൊരു ഫീലുണ്ട്. പിന്നെ അതുമല്ല, ഗൊണ്ടോലയിൽ കയറി നമ്മൾ ലൂജിൻ്റെ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങും, പിന്നെ ലൂജിന് വേണ്ടിയിട്ടുള്ള ഇതിൽ വീണ്ടും കയറും. അപ്പോൾ അങ്ങനെ കുറേ അത്ര ദൂരം നമ്മൾ പോകുന്നില്ല, ഹൈയിലേക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു. ഗൊണ്ടോല മീൻസ് വ്യൂസൊക്കെ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പം ഇത് ലൂജ് ചെയ്യാൻ പോകുന്ന വഴിയാണ്. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് വേണം പോകാൻ. വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ പോകുമ്പം അവർ ഓൾറെഡി ഹാങ് ചെയ്ത് തരും. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗൊണ്ടോലയിൽ കയറി കഴിഞ്ഞ് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ ചെയ്ത പോലെ ആ ഒരു ചെയർ വീൽ പോലത്തെ ഒരു സാധനത്തിലാണ് പോകുന്നത്. അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ഹരിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്ര പേടി തോന്നിക്കില്ല. കാരണം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോവുകയാണെങ്കിൽ മാത്രമേ അത് അത്ര ഒരു ഫീല് തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പറയാൻ വന്നത്, ഗൊണ്ടോലയിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തപ്പം എത്രയായെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കൂടെ ലൂജ് നമുക്ക് 3 തവണ ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരു തരത്തിലുള്ള എന്താ പറയുക ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് 3 തവണ ലൂജ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 തവണ ചെയ്യാൻ പോയുള്ളൂ. അംഗീകരിച്ച് 1 തവണ വന്നുള്ളൂ. ഞങ്ങൾ ബാക്കി എല്ലാവരും 4 തവണ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അങ്കിതജി ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് പോയപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ കിട്ടി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഹെൽമെറ്റ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടും. കാശ് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. അപ്പം നമുക്ക് താഴേന്ന് മേലേന്ന് കാണുന്ന വ്യൂസാണിതെല്ലാം. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും നേരിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ് കുറച്ചുകൂടെ ഭംഗി. കാരണം ഇത്രയൊക്കെ എങ്ങനെയൊക്കെ ഫോണൊക്കെ നേരാക്കി എടുത്താലും ആ ഒരു രസം വരുന്നില്ലായിരുന്നു. അജു ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചത് ഹരിയാട്ടോ, വേറെ ആരെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ദിവസത്തെ എന്താ പറയുക എല്ലാ പരിപാടികളും കഴിഞ്ഞ് അങ്ങനെ അവസാനിക്കുകയായി. അപ്പം ഞങ്ങൾ രാത്രി ഫുഡിനായി KFC പോയി. അതിൻ്റെ ഇടയിൽ റൂമിൽ പോയിരുന്നു കേട്ടോ. റൂമിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം.
ഞങ്ങളെന്തായാലും ഇവിടെ വന്ന് റീൽസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ എവിടെ വെച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച അവസാനം ഇവർക്ക് ആർക്കും ഓർമ്മ കാണില്ല, പ്രത്യേകിച്ച് സിദ്ധുവിനും ഹരിക്കും. പക്ഷെ അവരിടുന്ന എഫേർട്ട് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അവരങ്ങനെ കളിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്ക് വേണ്ടി അവർ കളിക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രാക്ടീസാണോ ഞങ്ങൾ കളിക്കാൻ വേണ്ടി എടുത്തത്, അപ്പോഴാണ് മനസ്സിലായത് ആർക്കും ഓർമ്മയില്ലാതെ. അങ്ങനെ ഞങ്ങൾ കുറേ ടേക്കൊക്കെ എടുത്ത് അന്ന് കളിച്ചില്ല, പിറ്റേ ദിവസം കളിച്ചത്. അതിൽ ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളെല്ലാവരും ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കാം, അല്ലാത്തവർ എൻ്റെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ എടുക്കുന്ന കൃത്യം നമുക്ക് റീൽ കിട്ടുന്നതിനെക്കാട്ടിലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ പോലെ തന്നെ നല്ല രസമായിരുന്നു. എന്താ പറയുക, തെറ്റിക്കലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുൾ കോമഡി, ഫുൾ ഫ്ലോപ്പായിരുന്നു. അവസാനം ലൈൻ നിൽക്കുമ്പോ ഇവിടെ നിൽക്കണം. നിങ്ങളിങ്ങോട്ടും നിങ്ങളിങ്ങോട്ടും. അതെ. രണ്ടാമത് കട്ട് ചെയ്തെടുക്കാം. മാത്രല്ല ഞാനത് ഞങ്ങൾ ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെ ആട്ടോ. എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത നല്ല റൂമും കാര്യങ്ങളും. 3 ബെഡ്റൂം ആയിരുന്നു. അത്യാവശ്യം നല്ല ആവശ്യത്തിലേറെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ 5 പേർക്ക്. അതിൽ പക്ഷെ മെയിൻ എടുത്ത് പറയുന്നത് ഇവിടെ കയറി നമ്മൾ കാണുന്ന വ്യൂ ആണ്. ക്വീൻസ് ടൗണിൻ്റെ മെയിൻ സംഭവം തന്നെ ആ ലേക്കാണ്. നമ്മളിപ്പോൾ ബോട്ടിലൊക്കെ പോയത് ഈ ഹാളിൽ നിന്നും കിച്ചണിൽ നിന്നും ആ ലേക്കിലേക്ക് എന്താ പറയുക, ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും വ്യൂ ആണ്. കാരണം നമുക്ക് വീഡിയോയിൽ എടുക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു രക്ഷയില്ല, നമുക്ക് എല്ലാം അതിൽ മീൻസ് ബോട്ടിൽ പോകുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ റൂം ഒരു വേർത്ത് തന്നെയായിരുന്നു. കുറച്ച് കാശ് കൂടുതലാണ്, എന്നാൽ പോലും ആ വ്യൂവിന് ഇത്രയും കാശ് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ബാക്കിയുള്ള റൂംസാണ്. ഇതൊരു റൂം, പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു വലിയ റൂം, പിന്നെ 2 ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഒരു കിച്ചൺ. അങ്ങനെ അടിപൊളിയൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ അവർ ഓൾറെഡി നമുക്ക് ചോക്ലേറ്റും വൈനും ഒക്കെ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു കോംപ്ലിമെൻറ്റ് പോലെ. അപ്പം അതൊക്കെയാണ് റൂമിൻ്റെ കാര്യങ്ങൾ. കണ്ടില്ലേ, എല്ലാം നമുക്ക് കാണാം. അവിടെ വെച്ച് കണ്ടതെല്ലാം നമുക്ക് ഈ റൂമിൽ ഇരുന്നിട്ടും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അത്രേ ഉള്ളൂ. ബാക്കി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.